പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനുള്ളത് ആലപ്പുഴ ജില്ലയിലെ ഒരു ഹിഡൻ ബീച്ചിലാണുള്ളത്. ചെത്തി ബീച്ച് എന്നാണ് ഈ ബീച്ചിൻ്റെ പേര്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെത്തി ബീച്ചിൻ്റെ കുറച്ച് കാഴ്ചകളാണ് വീഡിയോ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം കേട്ടോ. നമ്മൾ ആ റോട്ടിൽ തന്നെ ഉള്ളത്. ഞങ്ങൾക്ക് ആ ഭാഗത്തേക്കൊക്കെ പോകണം. നമ്മൾ ആ റോഡിൻ്റെ അവിടെ നിന്നൊക്കെ പോകുന്നത് ഈ വഴി നേരെ വഴി കഴിഞ്ഞാൽ ആ ബീച്ചിൻ്റെ മെയിൻ ഭാഗത്തേക്കൊക്കെ പോകുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. സമയം ഏകദേശം 3 മണി കഴിഞ്ഞിട്ടുള്ളൂ. നമ്മളിവിടെ നേരത്തെ വന്നതാണ്. അപ്പോൾ അതാണ് കേട്ടോ മെയിൻ ഭാഗം. അതാണ് ഇവിടെ ഒരു ഷെഡ് ഉണ്ട് കേട്ടോ, മീൻ വലയൊക്കെ സൂക്ഷിക്കുന്ന ഷെഡുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് പോവാം കേട്ടോ. ഭയങ്കര ചൂടാട്ടോ. നമ്മൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, ഇവിടെ നിന്ന് ഒറ്റ മനുഷ്യനും ഇല്ല. സമയം ഏകദേശം 3:30 മണിയായി. നമ്മളിങ്ങനെ മുന്നോട്ടേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒറ്റ മനുഷ്യനും ഇല്ല. വെയിലെന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി വെയിലാണ്. അവിടെ പൈൻ കാടൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഒറ്റ മനുഷ്യനും ഇല്ല കേട്ടോ. കണ്ടില്ലേ, അങ്ങോട്ടേക്ക് ആരുമില്ല. ആ ഭാഗത്തേക്കും ആരുമില്ലെന്ന് തോന്നുന്നു. അവിടെ 2 കപ്പിൾസ് ഇരിപ്പുണ്ടായിരുന്നു, ഇപ്പോഴാണ് ഞാൻ കണ്ടത്. അപ്പോൾ എന്താ പറയുക, സമയം ഏകദേശം 3:45 ആയി. അപ്പോൾ ഇവിടെ കുറച്ച് പേരേ ഉള്ളൂ, അധികം ആൾക്കാർ വന്നിട്ടില്ല. കുറച്ച് മുമ്പ് വരും നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ തൊട്ട് ബാക്കി തന്നെ പൈൻ കാടുണ്ട്. നമുക്ക് ആ ഭാഗത്തേക്കൊക്കെ പോകണം. അത്യാവശ്യം നല്ല കാറ്റും വീശുന്നുണ്ട് കേട്ടോ. ഇവിടെ നല്ല കാറ്റ് വീശുന്നുണ്ട്. ഇപ്പോൾ അവിടെ നിന്നൊക്കെ പോകുന്ന ഷെഡിൻ്റെ ഫ്രണ്ടിലുള്ളത് നേരെ കാണുന്ന വഴി കേട്ടോ പൈൻകാട്ടിലേക്ക്. ഇവിടെ കുറച്ചുള്ളൊരു ഇവിടെ വോളിബോളൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പൈൻകാടിൻ്റെ അകത്തേക്ക് കയറാം കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നോക്കാം, അകത്ത് കാഴ്ചകൾ എങ്ങനെയാണെന്ന്. നമ്മളിങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര സൈലൻറ്റ് അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. കാമൻ ക്വയറ്റ് അറ്റ്മോസ്ഫിയറാണ്. ആ ഭാഗത്ത് ബീച്ചുണ്ട്. ഇവിടെ ഇങ്ങനെ കേട്ടോ, എന്തൊക്കെ തടിയൊക്കെ വെട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കണ്ടില്ലേ, നമുക്ക് മുന്നോട്ട് പോകുന്നവരും ഇങ്ങനെ കേട്ടോ കാഴ്ചകൾ. ഇവിടെ ഒരു വഴിയുണ്ട് കേട്ടോ. ഈ വഴി നേരെ കാണുന്ന ബീച്ചിലേക്കുള്ള വഴിയാണ്. ഇവിടെ നേരെ ഒക്കെ ബീച്ച് കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്പോൾ ഇങ്ങനത്തെ വ്യൂ ആണ് ഇവിടെ നിന്നുള്ളത്. അവിടെ കുറച്ച് പേര് പോകുന്നുണ്ട്. എന്താ പറയുക, കിടിലം വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന് നോക്കി. അപ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് പോവാം. മുന്നോട്ടേക്ക് പോയിട്ട് അതിൻ്റെ കാഴ്ചകളുണ്ടെന്ന് നോക്കാം. ഇനി എന്തൊക്കെ കാണാൻ പറ്റുമെന്നൊക്കെ നോക്കാം കേട്ടോ. അതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് വ്യൂ ഉണ്ടല്ലോ, നമുക്ക് മുന്നോട്ടേക്ക് പോയി നോക്കാം. ഞാനിപ്പോൾ ആ പൈൻകാടിഞ്ഞ നടുക്കാണുള്ളത്. ഇവിടുന്ന് ആരുമില്ല കേട്ടോ. ഭയങ്കര സമാധാനമായ അന്തരീക്ഷമാണ്. തൊട്ട് ബാക്കി തന്നെ ബീച്ചുണ്ട്. അങ്ങോട്ടൊക്കെ കുറച്ച് അങ്ങോട്ട് പോവാം. ടോട്ടലി എന്താ പറയുക, പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് അവിടെ. നമുക്ക് പൈൻകാടിന് കുറച്ചുകൂടെ നമുക്ക് മുന്നോട്ടേക്ക് പോയി നോക്കാനുണ്ട്. എന്നൊക്കെ എന്തായാലും പൈൻകാടിന് കുറച്ച് മുന്നോട്ടേക്ക് പോയി നോക്കാം. കാഴ്ചകൾ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബീച്ചിലോട്ടും പോവാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അവിടെ ഒരു വർക്ക് കിടക്കുന്നുണ്ടല്ലേ, കടൽ ഭിത്തിയിലൊക്കെ, ആ ഭാഗത്തൊക്കെ പോവാം കേട്ടോ. നമ്മൾ പിന്നെ മുന്നോട്ടേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഒരു വഴി കണ്ടു. അവിടെ അല്ല കേട്ടോ, അതാണ് വഴി. അല്ലേ, ഇവിടുന്ന് നോക്കാറുള്ളത് ബീച്ചിൻ്റെ ഭയങ്കര വേറൊരു ആംഗിളൊരു വ്യൂ ഒക്കെ ഇവിടുന്ന് കിട്ടും. ഭയങ്കര രസം കേട്ടോ കാണാനായിട്ട്. അതാണ്ട് ആ വഴി, അവിടെ നിന്നാണ് ആ വഴി വരുന്നത്. അപ്പോൾ വ്യൂ ഇതാണ്ടോ, ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടല്ലേ, അയ്യോ കിടിലം, ഒന്നും പറയാനില്ല. അങ്ങോട്ടേക്ക് ഒരുപാട് നടക്കാനുണ്ട്. നമ്മൾ അധികം അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഇനി നമ്മൾ നേരെ തിരിച്ച് ബീച്ചിൻ്റെ ഭാഗത്തേക്ക് പോവാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു കടൽ ഭിത്തിയിലൊക്കെ വർക്ക് കിടക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ആ ഭാഗത്തേക്കൊക്കെ പോയി നോക്കാം എങ്ങനെയാണെന്ന് കാഴ്ചകളൊക്കെ ആണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാവേ. അവിടെ നിന്നൊക്കെ നമ്മൾ പോകുന്നു.
നമ്മളിപ്പോൾ ബീച്ചിൻ്റെ സൈഡിലേക്ക് എന്താണ് നമ്മൾ പോവാണ്. ആ പുറകിലത്തെ വഴി കൂടെ വേറൊരു വഴി കൂടെ നമ്മൾ പോകുന്നത്. പൈൻകാടിന് ചേർന്നൊരു വഴിയുണ്ട്, അതാണ് വഴി. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ നിന്നുള്ള കാഴ്ചയും അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. എന്താ പറയുക, ആ പൈൻകാടിൻ്റെ അകത്തുനിന്ന് ഓരോ പെർസ്പെക്റ്റീവ് നമുക്ക് കിട്ടും കേട്ടോ. അത് ഭയങ്കര സംഭവം എന്തൊക്കെ പറഞ്ഞാലും. സമയം ഒരു 4:15 ആയി, എന്നിട്ടും ആൾക്കാർ എത്ര തിരക്കായിട്ടില്ല ഇവിടെ. എന്താ പറയുക, ആ ഭാഗത്തേക്കൊന്നും ആരുമില്ല. അപ്പം നമുക്ക് വർക്ക് കിടക്കുന്ന ഭാഗത്തേക്ക് പോകാം കേട്ടോ. നമ്മൾ വർക്ക് കിടക്കുന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. ഇതവിടെ എന്തൊക്കെയോ വർക്കൊക്കെ കിടക്കുന്നുണ്ട്. കടൽ ഭിത്തിയുടെ വർക്കാണെന്ന് തോന്നണം. ആ സംഭവം കണ്ടില്ലേ, ആ വെള്ള സംഭവം. വള്ളമൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ ആ ഭാഗത്തേക്ക് പോകാൻ കേട്ടോ, കണ്ടില്ലേ. ഈ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ റീകറൂഡ് സീവാളിൻ്റെ ആ ഒരു സെഗ്മെൻറ്റ്സ് ആണ് ഈ സംഭവം. അപ്പോൾ അവിടെയൊക്കെയാണ് വർക്ക് വരുന്നത്. നമുക്ക് മുന്നോട്ടേക്ക് പോയി നോക്കാം. അവിടെ ചെത്തി ഹാർബറൊക്കെ മുൻവശത്താണ് ഉള്ളത്. ഇവിടെ സംഭവങ്ങൾ അടുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. എന്താ പറയുക, അപ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് പോവാം. കണ്ടില്ല, എൻ്റെ ഒരു ഭംഗി ഭയങ്കരമാണ്. സംഭവം ഭയങ്കര സ്ട്രോങ് ആണ്, കാണുന്ന പോലെ അല്ല. നമ്മളിങ്ങനെ ചെത്തി ഹാർബറിൻ്റെ സൈഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ കേട്ടോ എന്തൊക്കെയോ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അവിടെയും എന്തൊക്കെയോ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അവിടെ കടൽ ഭിത്തിയുടെ വർക്കാണ് മെയിനായിട്ട് നടക്കുന്നത്. അവിടെ അത്യാവശ്യം വള്ളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടില്ലേ. എന്താ പറയുക, ഇവിടെയും ചുരുക്കി പറഞ്ഞാൽ ആരുമില്ല. ആ വർക്ക് നടക്കുന്ന സ്ഥലത്ത് ആൾക്കാരുണ്ട്, പക്ഷെ ഞാൻ നിൽക്കുന്ന സൈഡിലൊന്നും ആരുമില്ല. നമ്മൾ ആ ഭാഗത്തു നിന്നൊക്കെ പോകുന്നു. നമ്മളങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, അവിടെ ആൾക്കാരൊക്കെ പോയിട്ട് നേരത്തെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഈ ഭാഗത്തേക്കൊന്നും ആരുമില്ല. എനിക്കാണ് ആൾക്കാർ ഇത് ഹിഡൻ ബീച്ച് അല്ലേ, അറിയത്തില്ല. അതാണ് ഇപ്പം അങ്ങോട്ട് കുറച്ച് നേരം അങ്ങോട്ട് പോകുന്നുണ്ട്. എന്താ പറയുക, നമ്മൾ തിരിച്ച് ആ ഭാഗത്തേക്ക് എത്തി. നമ്മൾ ആദ്യം നിന്ന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ചെത്തി ബീച്ച് സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ മാരാരിക്കുളം റീജിയനുടെ അടുത്തായിട്ടാണ്. എന്താ പറയുക, ആ റോഡ് മാപ്പ് നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാകും. മാരാരിക്കുളത്ത് നിന്ന് ആ തീരദേശപാത വഴി അർദ്ധങ്കലേക്ക് പോകുന്ന വഴിയാണ് ഈ ബീച്ച് മെയിനായിട്ട് ഉള്ളത്. ചെറിയൊരു ബീച്ചാണ്, അങ്ങനെ കുറച്ച് പേർക്ക് അത് അറിയത്തുള്ളൂ. ഹിഡൻ ബീച്ചാണ് അവിടുത്തെ. ഗൂഗിൾ മാപ്പിൽ എൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ടോ, സെർച്ച് ചെയ്താൽ കിട്ടും ചെത്തി ബീച്ച്. ഇപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ ആ ഭാഗത്ത്. എന്താ പറയുക, വ്യൂ നല്ല കിട്ടുന്ന വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷേ ഈ ഭാഗത്തേക്ക് ആരുമില്ല. അവിടെ കുറച്ച് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവിടെ കുറച്ച് പേര് നിൽപ്പുണ്ട്. അവരൊക്കെ ഇങ്ങോട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ പയ്യെ പയ്യെ ആൾക്കാരാണ് കൂടി വരുന്നുണ്ട് കേട്ടോ. പക്ഷെ എല്ലാവരും ആ ഭാഗത്തേക്കാണ് പോകുന്നത്. പക്ഷെ ഇവിടെ നല്ല വ്യൂ ഉണ്ടല്ലേ, നല്ല കിടിലം വ്യൂ. ഞാൻ പറഞ്ഞ ആ ഭാഗത്തേക്കാണ് കൂടുതൽ ആൾക്കാർ പോകുന്നത്. എന്താണെന്ന് അറിയില്ല. നമ്മളിവിടെ തന്നെ വട്ട പോസ്റ്റാണ്. ആൾക്കാർ പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്താടെ കുറച്ച് ആൾക്കാരുണ്ട്. ഈ ബീച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ല കിടിലം ബീച്ചാണ്. നല്ല എന്താ പറയുക, കാമൻകായിട്ട് അറ്റ്മോസ്ഫിയറാണ്. അധികം ആൾക്കാരും ഇല്ല. അപ്പോൾ അതുപോലത്തെ പരിപാടിക്ക് പറ്റിയ ബീച്ചാണ് കേട്ടോ അത്. നല്ല ആംബിയൻസാണ്. അപ്പം ഞാൻ ആ ഭാഗത്തേക്ക് തിരിച്ചു വന്നിരിക്കണം. നമ്മൾ വന്ന ഭാഗത്തേക്ക് ഞാൻ വണ്ടിയൊക്കെ പറക്കിയിട്ടുണ്ട്. അത്യാവശ്യം ആൾക്കാരങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിവിടെ നിന്ന് പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ആ ബീച്ചിൻ്റെ ഭാഗത്തുനിന്ന് പോകുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ പോവാണ്. അപ്പോൾ ചെത്തി ബീച്ചിലെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വരെ കാണുമ്പോഴേക്കും ഓക്കെ ദെൻ
ബൈ.